ആദ്യം നമ്മൾ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വാർത്തകളിലേക്കാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി UDF ബന്ധത്തിന് കൂടുതൽ തെളിവുകൾ. കോഴിക്കോട് കൊടിയത്തൂരിലെ UDF കൺവെൻഷനിൽ വെൽഫെയർ പാർട്ടി നേതാവ് KP അസ്ലം പ്രസംഗിച്ചു. PK ബഷീർ MLA, കോൺഗ്രസ് നേതാവ് വിദ്യാ ബാലകൃഷ്ണൻ എന്നിവർക്കൊപ്പമാണ് അസ്ലം വേദി പങ്കിട്ടത്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, നിലമ്പൂരിലെ വെൽഫെയർ ബാന്ധവം അത്ര ഗുണം ചെയ്തില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പരസ്യമായോ രഹസ്യമായോ അത്തരം ബന്ധങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന UDFന്റെ പ്രഖ്യാപനം ഉണ്ടായത്. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം വ്യക്തമാവുമ്പോൾ വെൽഫെയർ ശക്തമായിടത്ത് UDF ഇല്ല, UDF ശക്തമായിടത്ത് വെൽഫെയർ ഇല്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെയുള്ളൊരു ബന്ധം നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. അതിനപ്പുറത്താണ് കൊടിയത്തൂരിൽ പരസ്യമായി തന്നെ ഒരു വേദിയിലെത്തി ഈ പിന്തുണയും സപ്പോർട്ടും ഒക്കെ. അപ്പോൾ പിന്നെ ഇങ്ങനൊരു ബന്ധമില്ല എന്ന് പറയുന്നതിൽ എന്ത് പ്രസക്തി എന്നായിരിക്കുമല്ലോ പ്രധാന ചോദ്യം. ഈ കൊടിയത്തൂരിലെ വേദിയിൽ എന്താണ് ഉണ്ടായത്? ശ്രീജ, കഴിഞ്ഞ കുറച്ച് നാളുകളായി വെൽഫെയർ പാർട്ടിയും UDFും തമ്മിൽ, പ്രത്യേകിച്ചും കോൺഗ്രസുമായി അടുത്ത ബന്ധം പുലർത്തുകയായിരുന്നു. പക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്തടക്കം ഈ പരസ്യമായ ഒരു സഖ്യത്തിലേർപ്പെട്ടത്, അല്ലെങ്കിൽ അവരെ അസോസിയേറ്റ് അംഗമായി നീക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ പോലും നടന്നത് വലിയ വിമർശനം ഈ എതിർ പാർട്ടികൾ ഉന്നയിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. പ്രത്യേകിച്ചും BJPയും CPIയും ഒക്കെ വർഗീയ ശക്തികളുമായുള്ള ബന്ധം എന്ന രീതിയിലാണ് ഇതിനെ വ്യാഖ്യാനിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഒരു പരസ്യമായ ബാന്ധവം ഉള്ളത് ദോഷകരമായി ബാധിക്കും എന്ന ഒരു വിലയിരുത്തൽ UDFിനുണ്ടാവുകയും പരസ്യമായോ രഹസ്യമായോ യാതൊരു ഇടപാടുകളും വെൽഫെയർ പാർട്ടിയുമായി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. VD സതീശൻ പ്രതിപക്ഷ നേതാവ് മുതൽ DCC അധ്യക്ഷൻ K പ്രവീൺകുമാർ വരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതാണ് ആവർത്തിക്കുകയും ചെയ്തത്. എന്നാൽ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച്, അല്ലെങ്കിൽ തെളിവുകൾ പ്രകാരം വെൽഫെയർ പാർട്ടിയുമായി കോഴിക്കോട് ജില്ലയിലും മലബാർ മേഖലയിലെ പല ജില്ലകളിലും കൃത്യമായ ഒരു സഖ്യമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊടിയത്തൂരിൽ തന്നെ 2 വാർഡുകളാണ് കോൺഗ്രസ് വെൽഫെയർ പാർട്ടിക്ക് നൽകിയത്. 2ാം വാർഡിൽ പ്രേമ ടീച്ചർ എന്ന സ്ഥാനാർത്ഥിയും KC യൂസഫ് എന്ന സ്ഥാനാർത്ഥി 16ാം വാർഡിലും മത്സരിക്കുന്നു. ഇവരുടെ പത്രികാ സമർപ്പണത്തിനടക്കം UDF നേതാക്കളായ PC ചെറിയ മുഹമ്മദ്, കഴിഞ്ഞ തവണ തിരുവമ്പാടിയിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹം അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളോടൊപ്പം ഒക്കെയാണ് പത്രികാ സമർപ്പണത്തിന് പോയത്. അതിനുശേഷമാണ് ഇന്ന് പന്നിക്കോട്ട് നടന്ന പഞ്ചായത്ത് കൺവെൻഷനിലെ ദൃശ്യങ്ങളും നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഈ 16ാം വാർഡിലെ സ്ഥാനാർത്ഥിയായ KC യൂസഫിന്റെ സഹോദരൻ കൂടിയായ KC അസ്ലം ഈ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതാണ്. ഈ മുന്നണിയുടെ വിജയത്തെക്കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. അദ്ദേഹം വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം കൂടിയായ ആളാണ്. എന്തായാലും എത്രയൊക്കെ ബാന്ധവത്തെ നിഷേധിക്കുന്നുവെങ്കിൽ പോലും കൃത്യമായ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇരു പാർട്ടികളും ഈ തെരഞ്ഞെടുപ്പിൽ, അല്ലെങ്കിൽ ഇരു മുന്നണികൾ, ഈ UDFും വെൽഫെയർ പാർട്ടിയും തമ്മിലുള്ള സഹകരണം നടക്കുന്നതെന്ന കൃത്യമായ തെളിവുകൾ തന്നെയാണ് ലഭിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ തന്നെ കിഴക്കൻ മേഖലയിലെ പല ഇടങ്ങളിലും വെൽഫെയർ പാർട്ടിക്കൊക്കെ സ്വാധീനമുള്ള ഇടങ്ങളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ എന്ന രൂപത്തിലാണ് വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അവർ പിന്നീട് UDFിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ കൂടി ആവുന്ന കാഴ്ച, അല്ലെങ്കിൽ UDFിന് സ്വാധീനമുള്ള മേഖലകളിൽ വെൽഫെയർ പാർട്ടി കൂടി സ്വീകാര്യമായ സ്ഥാനാർത്ഥികൾ നിർത്തുകയും വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ആ മേഖലകളിൽ അത്തരത്തിൽ നൽകുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് നിലവിലുള്ളത്. എന്തായാലും പരക്കെ UDF വെൽഫെയർ പാർട്ടി ബന്ധം ഉണ്ട് എന്നതിനാണ് നമുക്ക് വ്യക്തമാകാൻ സാധിക്കുന്നത്. നമ്മൾ പലപ്പോഴും വെൽഫെയർ പാർട്ടി നേതാക്കളോടൊക്കെ അവരുടെ സ്ഥാനാർത്ഥികളെക്കുറിച്ച് ചോദിക്കുമ്പോൾ പോലും കൃത്യമായ ഒരു ചിത്രം നൽകാൻ തയ്യാറാവാത്ത ഒരു സാഹചര്യമുണ്ട്. എവിടെയൊക്കെയാണ് മത്സരിക്കുന്നത്, എവിടെയൊക്കെ ധാരണയുണ്ട് എന്നടക്കമുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു ഉത്തരം ലഭിക്കുന്നില്ല. എന്തായാലും ഇന്നലെ വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറിയെ ബന്ധപ്പെട്ടപ്പോൾ UDFുമായി ചിലയിടങ്ങളിൽ ധാരണ പ്രാദേശികമായി ഉണ്ട് എന്ന കാര്യം അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. ഒപ്പം ഈ പത്രികാ സമർപ്പണം നടത്തുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു കൃത്യത ഉണ്ടാവില്ല. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം പത്രിക പിൻവലിച്ചു കഴിയുമ്പോൾ കൃത്യമായി എവിടെയൊക്കെയാണ് ധാരണ ഉണ്ട് എന്നത് വ്യക്തമാക്കി പറയാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും UDF നേതാക്കൾ പരസ്യമായി ഈ ബന്ധത്തെ തള്ളുമ്പോഴും ഇത് വെൽഫെയർ പാർട്ടിയുമായി സഹകരണം ഉണ്ട് എന്നതിന്റെ കൃത്യമായ തെളിവുകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീജ, കഴിഞ്ഞ തവണ അനീഷ്, ഈ കോഴിക്കോട് ജില്ലയിലെ ഒരു ജില്ലാ പഞ്ചായത്ത് സീറ്റടക്കം 33 സീറ്റിലാണ് കഴിഞ്ഞ തവണ ധാരണയുണ്ടായിരുന്നത്. മലപ്പുറത്തും അതേ ഏതാണ്ട് 35 സീറ്റുകളിൽ ധാരണയുണ്ടായിരുന്നു. പക്ഷേ ഈ ധാരണയൊന്നും വേണ്ടെന്ന് വെച്ചത് ഒരു പക്ഷേ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഗുണം ചെയ്യില്ല, അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ അത് തിരിച്ചടിച്ചേക്കും എന്നൊരു ആശങ്കയിലാണ് അങ്ങനൊരു പരസ്യ ധാരണ വേണ്ട, രഹസ്യമായും ധാരണ വേണ്ട എന്നൊക്കെ നേതൃത്വം നിലപാടെടുത്തത്. പക്ഷേ ഇവരുടെയൊക്കെ പിന്തുണ തന്നെയാണ് പ്രധാനപ്പെട്ട ശക്തി ചില മേഖലകളിലെങ്കിലും. പ്രത്യേകിച്ച് മുക്കം, ചേന്നമംഗലം പോലെയുള്ള ഭാഗത്തൊക്കെ വെൽഫെയർ പാർട്ടിക്ക് ശക്തമായ സ്വാധീനമുണ്ടല്ലോ. അപ്പോൾ രഹസ്യമായെങ്കിലും അത്തരം ധാരണ ഇല്ലെങ്കിൽ അത് തിരിച്ചടിയാവും എന്നൊരു തിരിച്ചറിവ് പാർട്ടിക്ക് പ്രാദേശിക തലത്തിലുണ്ടായോ?
തീർച്ചയായും കഴിഞ്ഞ തവണ പരസ്യമായ ഒരു മുന്നണി എന്ന രീതിയിൽ അല്ലെങ്കിൽ അത്തരത്തിൽ സീറ്റുകൾ വിട്ടു നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മുക്കം നഗരസഭ അടക്കം കൃത്യമായ ഒരു വീതം വെയ്പ് നടക്കുകയും ചെയ്തിരുന്നു. അവിടെ കൗൺസിലർമാരെ ജയിപ്പിക്കാൻ കഴിയുകയും ചെയ്തു. പക്ഷേ ഇത്തവണ ചർച്ചകൾ ആദ്യ ഘട്ടം മുതൽ കൃത്യമായ ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. വെൽഫെയർ പാർട്ടിയുമായി UDF നേതൃത്വം പലവട്ടം ചർച്ചകൾ നടത്തി കൃത്യമായ ഒരു ധാരണയിലെത്താൻ കഴിയാത്തതുകൊണ്ട് തന്നെ 4 ഇടങ്ങളിൽ അവർ പരസ്പരം മത്സരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം ഈ പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലൊക്കെ പോലും പലയിടങ്ങളിലും ഒന്നിലധികം സ്ഥാനാർത്ഥികൾ ഒരേ മുന്നണിയിലെ ആളുകൾ പോലും പത്രിക സമർപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നീട് ചർച്ചകൾക്ക് ശേഷം പത്രിക പിൻവലിക്കുകയും ഒരു കൃത്യമായ ധാരണയിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം. പക്ഷേ മുക്കത്ത് ഇത്തവണ കൃത്യമായി തന്നെ ഒരു മത്സരരംഗത്തേക്ക് ഇവർ ഇറങ്ങുന്നുണ്ട്. പക്ഷേ മറ്റിടങ്ങളിലൊക്കെ ഒരു ധാരണ ഇക്കാര്യത്തിൽ ഇതിനകം രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. എന്തായാലും പത്രിക പിൻവലിക്കുമ്പോൾ ഈ സംബന്ധിച്ചൊരു വ്യക്തമായ ചിത്രം ലഭിക്കും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വെൽഫെയർ പാർട്ടിയുമായി അടുക്കുമ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പിൻബലമുള്ള ഒരു സംഘടനയാണ് വെൽഫെയർ പാർട്ടി. അതുകൊണ്ട് വെൽഫെയർ പാർട്ടിയെ പലപ്പോഴും ഒരു സംശയ മുന്നിലേക്കൊക്കെ നിർത്തുകയാണ് BJPയും മറ്റുമൊക്കെ ചെയ്യുന്നത്. ഇന്നലെ പോലും BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനൊക്കെ നിശിതമായ വിമർശനമാണ് ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് വെൽഫെയർ പാർട്ടിയുമായി ചേരുമ്പോൾ അതൊരു രാജ്യദ്രോഹ നിലപാടുകളാണ് എന്ന തരത്തിലൊക്കെയുള്ള വിമർശനം ഉന്നയിക്കുന്നു. CPM ആകട്ടെ മുൻകാലങ്ങളിൽ പലയിടങ്ങളിലും വെൽഫെയർ പാർട്ടിയുമായി സഖ്യം ചേർന്നൊക്കെ മത്സരിച്ചിട്ടുണ്ട്. പലയിടത്തും സീറ്റുകൾ പരസ്പരം ഉപയോഗിച്ചിട്ടുണ്ട്, വെച്ച് മാറിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അവരും മറ്റൊരു നിലപാടിലേക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായി എത്തിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ രൂക്ഷമായി വിമർശിക്കുന്ന അവസ്ഥയിലേക്ക്, അതായത് ഇസ്ലാം രാഷ്ട്ര രൂപീകരണം എന്ന ലക്ഷ്യവുമായി ബന്ധപ്പെട്ടാണ് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്നതെന്നടക്കമുള്ള ഒരു നിലപാടിലേക്കാണ് CPM എത്തുന്നത്. അതുകൊണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനയായ വെൽഫെയറുമായുള്ള ബന്ധം ന്യൂനപക്ഷ ഭീകരതയ്ക്ക് കീഴടങ്ങുന്നതിന് തുല്യമാണ് എന്ന രീതിയിലുള്ള വിലയിരുത്തലും വിമർശനവും ഒക്കെ പലവട്ടവും CPM ക്യാമ്പും BJP ക്യാമ്പും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അതൊരു വലിയ പ്രതിരോധമായി മാറുകയാണ്. കാരണം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിലുള്ള വെൽഫെയർ പാർട്ടിയുമായി സഖ്യം ചേരുമ്പോൾ അത് മറ്റ് ഇടങ്ങളിൽ, പ്രത്യേകിച്ചും ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിലും ഈ ഭൂരിപക്ഷ മേഖലകളിലുമൊക്കെ തിരിച്ചടിയാവും, അല്ലെങ്കിൽ അത്തരം പ്രചാരണങ്ങൾ പോലും തിരിച്ചടിയാവും എന്നൊരു തിരിച്ചറിവ് UDFിനുണ്ടാവുകയും അതാണ് പരസ്യമായ ഒരു സഖ്യത്തിലേക്ക് ഏർപ്പെടുന്നതിൽ നിന്ന് പ്രതിരോധിക്കുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്തൊക്കെ ഒരു അസോസിയേറ്റ് അംഗമായി UDFിലേക്ക് ഈ വെൽഫെയർ പാർട്ടി ചേരുന്നത് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അനീഷ്, നമുക്ക് ആ പോയിന്റിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇപ്പോൾ മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായി ശ്രീ A. സജീവൻ നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീ A. സജീവൻ, അങ്ങനെ ആ ഘട്ടം വരെ എത്തിയതാണ് ഒരു അസോസിയേറ്റഡ് അംഗത്വം എന്ന നിലയിലേക്ക് വരെ എത്തിയിടത്ത് നിന്നാണ് ഇത് ഒരുപക്ഷെ മറ്റ് ഭാഗങ്ങളിൽ തിരിച്ചടിക്കുമെന്നൊരു തിരിച്ചറിവിൽ വെൽഫെയർ പാർട്ടിയുമായി ഇത്തവണ വലിയ ബന്ധത്തിനൊന്നും പോകണ്ട, രഹസ്യമായോ പരസ്യമായോ ബന്ധത്തിന് പോകില്ല എന്നൊരു പ്രഖ്യാപനം തന്നെ ഉണ്ടാവുന്നത്. പക്ഷേ നമ്മളിപ്പോൾ കാണുന്നത് കൊടിയത്തൂരിലായാലും കഴിഞ്ഞ ദിവസം മലപ്പുറം കോഡൂരിൽ വെൽഫെയർ സ്ഥാനാർത്ഥിയെ UDFിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നുണ്ട്. ഈരാറ്റുപേട്ടയിലൊക്കെ നടക്കൽ, മാതാക്കൽ തുടങ്ങിയ വാർഡുകളിലൊക്കെ പോസ്റ്റർ അടിച്ചിട്ടുള്ളത് UDFിൻ്റെ പിന്തുണയുള്ള സ്ഥാനാർത്ഥി എന്ന പേരിലാണ്. ചുരുക്കത്തിൽ എന്താണോ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് അതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ പ്രഖ്യാപനത്തിൽ ഇതൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് അവർക്ക് ധൈര്യമായി ഞങ്ങൾ അവരുടെ പിന്തുണ തേടുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നെങ്കിലും പറയാൻ UDF തയ്യാറാവണ്ടേ? ഈ കണ്ണിൽ പൊടിയിടേണ്ട ആവശ്യമുണ്ടോ? UDF, പ്രത്യേകിച്ച് UDFിലെ പ്രധാനപ്പെട്ട പാർട്ടികളിലൊന്നായിട്ടുള്ള മുസ്ലിം ലീഗ് ഏറ്റവും അധികം ഭയപ്പെടുന്നത് വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള സഖ്യം പരസ്യപ്പെടുത്തി കഴിഞ്ഞാൽ അത് ലീഗിനകത്ത് ഉള്ള EK വിഭാഗത്തിൽ ഉണ്ടാവുന്ന പ്രശ്നമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ EK വിഭാഗത്തിന്റെ മുഷാവറ യോഗത്തിൽ അവരെടുത്ത തീരുമാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് വെൽഫെയർ പാർട്ടി തീവ്ര രാഷ്ട്രീയമുള്ളതാണ്. വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമി തീവ്ര വർഗീയ നിലപാടെടുക്കുന്ന പ്രസ്ഥാനമാണെന്നാണ്. 2 പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് അവർ പ്രധാനമായിട്ട് പറയുന്നത്. ഒന്ന് RSSനെ കുറിച്ചാണ്, രണ്ടാമത്തത് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചാണ്. പിന്നീട് അതിന്റെ തന്നെ പിന്നീട് വരുന്ന രീതിയിൽ ഇപ്പം NDFനെ പോലുള്ള പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ള പ്രസ്ഥാനങ്ങളൊക്കെ ഇത് അതിതീവ്ര നിലപാടെടുക്കുന്നു, അത് അനിസ്ലാമികമായിട്ടുള്ള നിലപാടാണ് എന്നൊക്കെയാണ് EK വിഭാഗത്തിന്റെ മുഷാവറ യോഗം കൃത്യമായിട്ട് ആവർത്തിച്ച് പറഞ്ഞ കാര്യം. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ പരസ്യമായിട്ട് മുസ്ലിം ലീഗിന് നമുക്കറിയാം EK വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അതിന്റെ വോട്ടർമാരിൽ നല്ലൊരു ശതമാനം. അപ്പൊ അങ്ങനെ ഈ മുസ്ലിം ലീഗ് ഈ EK വിഭാഗത്തിന്റെ മുഷാവറ തീരുമാനത്തിന്
അപ്പുറത്തൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടിയായിട്ട് മാറും. ആ തിരിച്ചടിയായിട്ട് മാറിയത് നമ്മൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിന്റെ ഒരു ഭയം എന്തായാലും മുസ്ലിം ലീഗിനുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ആ രീതിയിലേക്ക് നിലപാടെടുക്കുന്ന പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് നമുക്കറിയാവുന്ന പോലെ നേരത്തെ അദ്ദേഹം പറഞ്ഞ കാര്യം, പ്രഖ്യാപിച്ച കാര്യം, ജമാഅത്തെ ഇസ്ലാമി തീവ്ര മതരാഷ്ട്രീയം ഉപേക്ഷിച്ചിട്ടുണ്ട്, അവർ മതരാഷ്ട്രീയത്തിന് വേണ്ടി നിൽക്കുന്ന പ്രസ്ഥാനമല്ല എന്നാണ്. അതിന് കാരണം കൂടിയുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഇപ്പോഴത്തെ അമീർ ഞങ്ങൾ ഈ മതരാഷ്ട്രീയത്തിന്റെ വക്താക്കളല്ല എന്ന് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതിന് ചുവട് പിടിച്ചുകൊണ്ടാണ് വി ഡി സതീശൻ ഈ നിലപാടെടുത്തത്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അതിന്റെ അടിസ്ഥാന തത്വം തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. വെറുമൊരു സാമുദായിക സംഘടനയല്ല. പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന തത്വത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മൗദൂദി രൂപീകരിച്ച പ്രസ്ഥാനമാണ്. ലോകത്തെങ്ങും ജമാഅത്തെ ഇസ്ലാമി ഇതേ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടപ്പോൾ രാഷ്ട്രീയമായിട്ട് ഇസ്ലാമിക തത്വങ്ങൾ, ഇസ്ലാമികമായിട്ടുള്ള ഭരണകൂടം എന്നതിനെ കുറിച്ചാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പൊതുവെയുള്ള നിലപാട്. ഇന്ത്യയിൽ അവർ ആ നിലപാടിന് കുറച്ച് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന, ഇന്ത്യയിൽ അങ്ങനെ ഇസ്ലാമിക ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതം അത് മനസ്സിലാക്കിയിട്ട് നമുക്കറിയാവുന്ന പോലെ സിമി എന്ന് പറയുന്ന സംഘടന ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞപ്പോൾ അത് അവർക്ക് ആ സംഘടന നിരോധിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. ഇങ്ങനെ അത് പരസ്യമായി പറഞ്ഞാലുണ്ടാവുന്ന പ്രത്യാഘാതം കൊണ്ടാണ് അവർ ആ നിലപാട് ഞങ്ങൾ മതരാഷ്ട്രീയത്തിന് വേണ്ടി നിൽക്കുന്നവരല്ല എന്ന് പറയുന്നത്. പക്ഷെ അപ്പോഴും അവരുടെ ഈ അടിസ്ഥാന തത്വം, മൗദൂദി രൂപീകരിച്ചിട്ടുള്ള അടിസ്ഥാന തത്വം പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് ഉപേക്ഷിക്കാൻ അവർക്ക് കഴിയില്ല. അതാണ് മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ പറഞ്ഞ് ഞങ്ങൾക്ക് അവരുമായിട്ട് ഒരു ബന്ധവുമില്ലാന്ന്. പക്ഷെ ഇപ്പോഴും കോൺഗ്രസിൽ വി ഡി സതീശനെ പോലുള്ള ആളുകളൊക്കെ പരസ്യമായിട്ടില്ലെങ്കിൽ രഹസ്യമായിട്ടെങ്കിലും സഖ്യം ഉണ്ടാക്കണം എന്നുള്ള നിലപാടുകാരാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം സഖ്യങ്ങൾ പല സ്ഥലത്തുമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി നേരത്തെ തന്നെ UDF അനുകൂലമായിട്ട് നിലപാടെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടത് അവരുടേതായിട്ടുള്ള സ്വതന്ത്രനായിട്ട് നിൽക്കും. പല സ്ഥലങ്ങളിലും സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന പേരിൽ നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥികളാണ്. അപ്പൊ UDF താങ്കൾ പറഞ്ഞ പോലെ UDF പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നൊരു വാലും കൂടി വെച്ചു കൊടുത്തിട്ട് പിന്തുണ കൊടുക്കും. മറിച്ച് ഇപ്പുറത്തേക്ക് ഈ UDFന്റെ സ്ഥാനാർത്ഥികൾക്ക്, കോൺഗ്രസിന്റെയും ലീഗിന്റെ ഒക്കെ സ്ഥാനാർത്ഥികൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ മുഴുവൻ വോട്ടും കിട്ടും. ഈ തന്ത്രം അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയുന്ന തന്ത്രം തന്നെയാണ്. അത് നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ CPM ഒക്കെ ഈ രീതിയിൽ പിന്തുണ നേടിയിരുന്നു ഉള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴവർ വേണ്ടെന്ന് പറയുന്നുണ്ട്. അതേപോലെ ഒരു പ്രഖ്യാപനം നടത്താൻ ഇപ്പോൾ UDFന് കഴിയുന്നില്ല. അത് ഒരു പക്ഷെ അങ്ങനെ വരുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്ന സ്ഥലങ്ങളിലൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥികളെ ആണ് UDF പിന്തുണയ്ക്കുന്നതെന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിന് അതൊരു വലിയ തിരിച്ചടിയായിട്ട് മാറും. കാരണം EK വിഭാഗം വളരെ കടുത്ത നിലപാടിൽ നിൽക്കുന്ന ആളുകളാണ്. അവര് ഈ രീതിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടിനെ പിന്തുണയ്ക്കാൻ തയ്യാറാവാൻ സാധ്യത വളരെ കുറവാണ്. ഇതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് പൊതുവെ വലിയ ആശങ്കയുണ്ട്. അവരിൽ നിന്ന് കോൺഗ്രസ് അകന്നാണ് നിൽക്കുന്നത് എന്നൊരു പ്രതീതിയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനൊരു സഖ്യമുണ്ട്, അല്ലെങ്കിൽ പറയാതെ ഇങ്ങനൊരു സഖ്യം കൊണ്ട് നടക്കുന്നുണ്ട് എന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നും ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു അകന്നു പോക്ക് അതിനും സാധ്യതയില്ലേ? തീർച്ചയായിട്ടും അത് നമ്മൾ 2021 കണ്ടതാണല്ലോ. ഈ പറയുന്ന രൂപത്തിൽ സമസ്തയുടെ EK വിഭാഗത്തിന്റെ നിലപാടും ഈ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ നിലപാടും UDFന് വിരുദ്ധമായതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് വിരുദ്ധമായതുകൊണ്ട് മാത്രമാണ് ഈ LDF 8 സീറ്റ് കൂടുതൽ വാങ്ങിയത്. സത്യത്തിൽ വളരെ കൃത്യമായ രൂപത്തിലുള്ള ഭരണവിരുദ്ധ വികാരങ്ങൾ ഉണ്ടായിരുന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. പക്ഷെ ആ ഭരണവിരുദ്ധ വികാരങ്ങളെ മുഴുവൻ അട്ടിമറിക്കുന്ന രൂപത്തിൽ ഈ ഒരു UDFന്റെ പ്രത്യേകിച്ച് കോൺഗ്രസ് നിലപാട് കൊണ്ട് അവർക്ക് നഷ്ടമുണ്ടായി. ആ നഷ്ടം ഇനി 2026 ആവർത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമുക്ക് ഇപ്പൊ തന്നെ അറിയാം, ഈ കേരളത്തിൽ നിന്നുള്ള മെത്രാന്മാരായിട്ടുള്ള പല ആളുകളും ഈ അടുത്ത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പേ പ്രധാനമന്ത്രിയെ പോയി കണ്ടിരുന്നു. രാജീവ് ചന്ദ്രശേഖറാണ് അവരെ കൊണ്ടുപോയത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് വേണ്ട അവരോടൊപ്പമുണ്ട് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള വേറെ കാര്യം. പക്ഷെ അവരോടൊപ്പം ഉണ്ടാകും എന്ന് പറയുന്നു. അവര് പ്രധാനമന്ത്രിയെ കണ്ടിട്ട് വളരെ സൗഹാർദ്ദത്തിൽ പിരിയുന്നു. ഇങ്ങനെയൊക്കെ സഭയുടെ പിന്തുണ ഒരു പക്ഷേ ഇങ്ങനെ ഈ തരത്തിൽ ഇസ്ലാമിക പ്രീണനം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ ജമാഅത്തെ ഇസ്ലാമി പ്രീണനം എന്ന് പറയുന്ന ഒരു നിലപാട് UDFനുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ UDFന് വളരെ കടുത്ത പിന്തുണ ഉണ്ടായിരുന്നു. ശക്തമായ
അടിത്തറയായിരുന്നത് അടിത്തറകളിൽ ഒന്ന് ഈ ക്രിസ്ത്യൻ വോട്ടായിരുന്നു. ആ ക്രിസ്ത്യൻ വോട്ട് കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് BJP-യിലേക്ക് പോലും പോകാം. സ്വാഭാവികമായ ശ്രീ സജീവൻ, ഇപ്പോൾ ഈ ശബരിമലയിൽ ഇങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു. ശബരിമല വലിയ രീതിയിൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന, വോട്ടർമാരുടെ ഏറ്റവും അടിത്തട്ടിലുള്ള സാധാരണക്കാരായ വോട്ടർമാരെ അടക്കം സ്വാധീനിക്കുന്ന ഒരു വിഷയമാണ് എന്നത് നമ്മൾ കണ്ടതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് അതിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടായതാണ് കഴിഞ്ഞ തവണ. അതിനുശേഷം അതുപോലൊരു സാഹചര്യം വരുന്നുണ്ട്. ശബരിമല സംബന്ധിച്ച് ഇത്രയേറെ വാർത്തകൾ നിറയുന്ന ഒരു സമയത്ത് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായ അത് ഗുണം ചെയ്യേണ്ടത് കോൺഗ്രസിനാണ്. പക്ഷേ ഇത്തരം നിലപാടുകൾ ഒരുപക്ഷെ അതിന്റെ ഗുണം പോലും കോൺഗ്രസിന് ഇല്ലാതാക്കില്ലേ? തീർച്ചയായിട്ടും. അന്ന് സത്യത്തിൽ 2019 തെരഞ്ഞെടുപ്പിൽ ശബരിമല പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നരേന്ദ്രമോദി ഭരണത്തിനെതിരെയുള്ള ഒരു വലിയ വികാരം പ്രത്യേകിച്ച് ഇവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി ഇവിടെ സ്ഥാനാർത്ഥിയാകുന്നു. അപ്പൊ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായതുകൊണ്ട് തന്നെ ഈ അടുത്ത പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദിക്കെതിരെയുള്ള വലിയൊരു ഗഠബന്ധൻ ഉണ്ടാവുന്നു. അതിന്റെ നേതാവായിട്ട് രാഹുൽ ഗാന്ധി ഉണ്ട്. അപ്പൊ അടുത്ത പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ടുള്ള ഒരു വികാരം സ്വാഭാവികമായിട്ട് കേരളത്തിൽ മുഴുവൻ ഉണ്ടായിരുന്നു. അത് ശബരിമല പ്രശ്നം മാത്രമല്ല, ശബരിമല പ്രശ്നത്തിലെ വലിയൊരു കുറെയൊക്കെ കിട്ടിയിട്ടുണ്ടാകാം. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ അതേപോലെ രാഹുൽ ഗാന്ധി 2019 അത് കഴിഞ്ഞ് 2024 വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പറ്റാതെ പോയൊരു ഘട്ടമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു വികാരത്തിന്റെ പ്രശ്നം വരുന്നില്ല ഇവിടെ. മാത്രമല്ല ശ്രീ സജീവൻ, നമുക്ക് ഈ പോയിന്റിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ എന്നോടൊപ്പം CPM നേതാവ് ശ്രീ KT കുഞ്ഞിക്കണ്ണനും ഒപ്പം സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ ഹമീദ് ചേന്നമംഗലൂരും കൂടിയുണ്ട്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, കൊടിയത്തൂരിലെ UDF വേദിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വെൽഫെയർ പാർട്ടി നേതാവ് KP അസ്ലത്തിന് UDF-ന്റെ കൺവെൻഷനിൽ എന്താണ് കാര്യം എന്നതാണ് പ്രധാന ചോദ്യം. കാരണം അവരുമായി ഒരു ബന്ധവും ഇല്ലെന്നാണ് UDF പരസ്യമായി തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇത്തവണ രഹസ്യമായോ പരസ്യമായോ വെൽഫെയർ പാർട്ടിയുമായി ബന്ധമില്ല എന്നതാണ്. കൊടിയത്തൂരിലേത് ഒരൊറ്റപ്പെട്ട സംഭവമായി അങ്ങ് കാണുന്നുണ്ടോ, അതോ മറിച്ച് അവരുടെ പിന്തുണയുണ്ട് എന്ന് പരസ്യമായി പോലും പറയാനാവാത്ത തരത്തിൽ രഹസ്യമായൊരു ബാന്ധവം കേരളത്തിൽ ഉടനീളം, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ ഉണ്ടെന്നാണോ? തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് പൊളിറ്റിക്കലായ യാതൊരുവിധ പ്രശ്നങ്ങളും വികസനപരമോ ക്ഷേമോന്മുഖവുമായ യാതൊരു വിമർശനങ്ങളും ഉന്നയിക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ കേരളത്തിലെ വർഗീയ ശക്തികളെ കൂട്ടുപിടിക്കുക എന്ന ഒരു രാഷ്ട്രീയ അജണ്ടയിലേക്ക് VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF എത്തപ്പെട്ടിട്ട് കഴിഞ്ഞ കുറെ കാലമായി. അത് പരസ്യമാണോ രഹസ്യമാണോ എന്ന് ചർച്ചയൊന്നുമില്ല. ഞാൻ കോഴിക്കോട് നിന്നാണ് നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ കുന്നുമ്മൽ പഞ്ചായത്തിലെ മരുതോങ്കര ബ്ലോക്ക് ഡിവിഷനിലെ അവിടെയുള്ള സീറ്റ് ഒഴിച്ചിട്ടിരിക്കുകയാണ്. ആർക്ക് വേണ്ടി? വെൽഫെയറുമായിട്ട് നമ്മൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് കൊടുക്കേണ്ടി വരുമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് മിസ്റ്റർ പ്രവീൺ കുമാറിന് KPCC അംഗമായിരിക്കുന്ന മിസ്റ്റർ ജെയിംസ് നൽകിയ വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ട് ചില ചാനലുകൾ പുറത്തു കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. മിനിഞ്ഞാന്നാണ് അത് പുറത്തു വന്നത്. ഇപ്പോ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പരസ്യമായി തന്നെ എല്ലാ സ്ഥലങ്ങളിലും ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് അവരുടെ രാഷ്ട്രീയ മുഖമായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുമായിട്ട് UDF സഖ്യത്തിലാണ്. അത് പരസ്യമാണോ രഹസ്യമാണോ? തെരഞ്ഞെടുപ്പിൽ അവർ ധാരണയുണ്ട്, കൃത്യമായ ധാരണയനുസരിച്ചാണ് അവർ നീങ്ങുന്നത്. അത് എന്താണ് ഈ വളരെ അപകടകരമായി ഇന്ന് മതനിരപേക്ഷത, ഭൂരിപക്ഷ വർഗീയത ഉയർത്തുന്ന ഭീഷണിക്ക് കീഴിൽ ദേശീയാധികാര ഹിന്ദുത്വ ശക്തികൾ കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിൽ വെല്ലുവിളിക്കപ്പെടുമ്പോൾ മതനിരപേക്ഷമായ ജനാധിപത്യ കക്ഷികളുടെ വിശാലമായ കൂട്ടായ്മ ഉണ്ടാകണമെന്നാണ് ഇന്ത്യ മുന്നണി ഉൾപ്പെടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ കേരളം പോലൊരു സമൂഹത്തിനകത്ത് മൈനോറിറ്റി കമ്മ്യൂണലിസവുമായിട്ട് ഇവർ നടത്തുന്ന സന്ധി, ഇവർ ചെയ്യുന്ന ഈ കൂട്ടുകെട്ട് വളരെ അപകടകരമായി കോൺഗ്രസിന്റെ ദേശീയ നയത്തിന് തന്നെ വിരുദ്ധമായിട്ടുള്ളതാണ്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചരിത്രപരമായി പരിശോധിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ കാലത്തും അവര് ന്യൂനപക്ഷ വർഗീയതയായാലും ഭൂരിപക്ഷ വർഗീയതയായാലും ആ വർഗീയ ശക്തികളുമായിട്ട് കൂട്ടുകൂടിയിട്ടുള്ള വളരെ കുൽസിതമായ ഒരു രാഷ്ട്രീയ ചരിത്രം അവർക്കുണ്ട്. അതിന്റെ ഇരയായിട്ട് സ്വന്തം ജീവൻ നഷ്ടപ്പെടേണ്ടി വന്ന ഒരാളാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി. ഖാലിസ്ഥാൻ തീവ്രവാദവുമായിട്ട് കൂടി കുൽദീപ് നെയ്യറെ പോലുള്ള വിഖ്യാതരായ പത്രപ്രവർത്തകർ, മുതിർന്ന പത്രപ്രവർത്തകർ ഇന്ദിരാഗാന്ധിയോട് ചോദിച്ചിട്ടുണ്ട്, എന്ത് വെച്ചിട്ടാണ് നിങ്ങൾ ഈ ബിന്ദർമാലയെ പോലുള്ള തീവ്രവാദികളെ ഡൽഹിയിൽ ക്ഷണിച്ചുകൊണ്ടുവരുന്നത്, അവർക്ക് ഔദ്യോഗിക വിരുന്ന് കൊടുക്കുന്നത്? അപ്പൊ ഇന്ദിരാഗാന്ധി പറഞ്ഞ എന്താണ്? അവർ സാത്വികരായ സന്യാസിമാർ മാത്രമാണ്, അവർക്ക് പൊളിറ്റിക്സ് ഒന്നുമില്ല എന്നാണ്. അതേ രീതിയിലാണ് കൂടെ കോൺഗ്രസ് നേതാക്കൾ എന്ത് ചെയ്യുന്നത്? മതരാഷ്ട്രവാദം പറയുന്ന മൗദൂദിസ്റ്റുകളെ വളരെ വിധ്വംസകമായ ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും നമ്മുടെ കാശ്മീർ താഴ്വരയിലും ഒക്കെ നിരന്തരമായ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയെ കേരളത്തിൽ ന്യായീകരിച്ചു. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, എപ്പോഴാണ് ഈ വെൽഫെയർ പാർട്ടി ഇത്ര മോശക്കാരായത്? CPM-ന് എന്നൊരു മറുചോദ്യം അവരുന്നയിക്കും. കാരണം വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ CPM-ഉം സ്വീകരിച്ചിട്ടുണ്ട്.
ഇല്ലെന്ന് അങ്ങേക്ക് പറയാനാവുമോ? വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ CPM സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതാപരമല്ല. കാരണം അവര് ഇന്ത്യയിലെ സാമ്രാജ്യത്വം, അമേരിക്കൻ മൂലധന താല്പര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ആണവ കരാർ, ഇതിലൊക്കെ അവർ നിലപാടെടുത്തുകൊണ്ട് അവർ പലയിടത്തും CPM സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. അങ്ങനെ പിന്തുണ നൽകുമ്പോൾ 2009 തെരഞ്ഞെടുപ്പില് ന്യൂക്ലിയർ കരാർ, അമേരിക്കൻ ആണവ കരാർ ഏറ്റവും വിവാദപരമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ അവര് വയനാട് നിയോജക മണ്ഡലത്തിൽ പരസ്യമായിട്ട് ഷാനവാസിന് വേണ്ടി രംഗത്ത് വന്നു. ശശി തരൂരിന് വേണ്ടി അവർ തിരുവനന്തപുരത്ത് ഭയങ്കര ക്യാമ്പയിൻ നടത്തി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എപ്പോഴും എന്താണ്, അവരുടേതായ താല്പര്യങ്ങൾക്ക് വേണ്ടി പല നിലപാട് സ്വീകരിക്കും. CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ അവരുമായിട്ടൊരു രാഷ്ട്രീയ ധാരണ ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ അവർ പിന്തുണ നൽകിയിട്ടുണ്ട്. ആ പിന്തുണ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ CPM നിരസിച്ചില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ നമ്മൾ കാണേണ്ടത് ഇന്നത്തെ അപകടകരമായ മാനങ്ങളിലേക്ക് ഒരു വിധ്വംസക അജണ്ടയിൽ നിന്ന് ന്യൂനപക്ഷ ധ്രുവീകരണം പോലെ തന്നെ കേരളീയ സമൂഹത്തിൽ ന്യൂനപക്ഷ ധ്രുവീകരണം ഉണ്ടാക്കുക എന്ന ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമി അജണ്ടയിൽ നിന്ന് അവർ നീങ്ങുന്ന ഒരു സന്ദർഭത്തിൽ അവർക്ക് ഒരു നോർമലൈസേഷൻ, സാധാരണ ഒരു രാഷ്ട്രീയ കക്ഷിയെ പോലെ ഒരു അംഗീകാരം ഉണ്ടായി കൊടുക്കുന്ന നടപടിയാണ് UDF സ്വീകരിക്കുന്നത്. അത് നേതൃത്വം നടക്കുന്ന കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അത് ഹിന്ദുത്വ ഫാസത്തിനെതിരായിട്ടുള്ള സമരത്തിൽ മതനിരപേക്ഷ ശക്തികളെ ദുർബലപ്പെടുത്തുന്ന, അതിന് വലിയ രീതിയിൽ ഭംഗം വരുത്തുന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അങ്ങയിലേക്ക് ഞാൻ വരാം. ശ്രീ ഹമീദ് ചേന്നമംഗലൂർ, അങ്ങയുടെ ചേന്നമംഗലൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെൽഫെയർ പാർട്ടി വളരെ സ്വാധീനമുള്ളൊരു ഒരു മേഖലയാണ്. മുക്കത്തായാലും ചേന്നമംഗലത്തായാലും ഒക്കെ അവിടെ അടക്കം പിന്തുണ വേണ്ട എന്നൊരു നിലപാട് എടുക്കേണ്ടി വന്നത് ഒരുപക്ഷെ കോൺഗ്രസിന് വലിയൊരു സമ്മർദ്ദത്തിന് പുറത്താണ്. ലീഗ് ഒരു വശത്തുണ്ട്, അപ്പുറത്ത് നേരത്തെ EK വിഭാഗത്തിന്റെ മുഷാവറ തന്നെ ഒരു നിലപാടെടുത്ത സാഹചര്യത്തിൽ ലീഗിന് പ്രശ്നങ്ങളുണ്ടായിരുന്നു. മറുവശത്ത് മറ്റ് വിഭാഗങ്ങളിൽ നിന്നുള്ള പിന്തുണ നഷ്ടപ്പെടുമെന്ന ആശങ്കയുണ്ട്. നിലമ്പൂരിൽ എന്തായാലും അങ്ങനെ ഒരു പുതിയൊരു പരസ്യമായൊരു നിലപാടെടുത്തത് തിരിച്ചടിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ സമ്മർദ്ദത്തിന് പുറത്ത് മാത്രമാണ്. പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് കോൺഗ്രസും UDFും തിരിച്ചറിയുന്നുമുണ്ട്. അങ്ങനെയെങ്കിൽ അത് പറയാനുള്ളൊരു ആർജവം കാണിക്കണം, അല്ലേ? അല്ലാതെ ഇപ്പോൾ പരസ്യമായ ഒരു വേദിയിലെത്തുന്നു, പല സ്ഥാനാർത്ഥികളും UDFിന്റെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന ഉടുപ്പിട്ട് വരുന്നു. ഇത് നേരത്തെ ഞാൻ ശ്രീ A. സജീവനോട് ചോദിക്കുകയായിരുന്നു, ഇതൊരു കണ്ണിൽ പൊടിയിടൽ മാത്രമല്ലേ? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വെൽഫെയർ പാർട്ടിയുടെ സഹായം മലബാർ മേഖലയിൽ ആവശ്യമാണ്. ഇതേ വെൽഫെയർ പാർട്ടി അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സഹായം ആവശ്യം ഉണ്ടായിരുന്ന സമയത്ത് LDFും അത് തന്നെ ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ എന്റെ വീക്ഷണത്തിൽ UDFും LDFും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. 2019 അതുപോലെ 2024 ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ അവരുടെ വെൽഫെയർ പാർട്ടി എന്ന രാഷ്ട്രീയ മുഖം പിന്തുണച്ചിരുന്നത്, വോട്ട് ചെയ്തിരുന്നത് കോൺഗ്രസിനാണ്. അത് പരസ്യമായിട്ട് അവർ പിന്തുണ പ്രഖ്യാപിച്ചോ ഇല്ലയോ എന്നതല്ല പ്രശ്നം. അതിന് അവർക്ക് അവരുടേതായ കാരണങ്ങളും ഉണ്ടായിരുന്നു. 2014 BJP അധികാരത്തിൽ വന്നു. 2019 ഇനിയും BJP അധികാരത്തിൽ വരുന്നത് തടയണമെങ്കിൽ കേരളത്തിൽ 20 സീറ്റിൽ CPM ജയിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. കേരളത്തിൽ കോൺഗ്രസ് ജയിച്ചാൽ അഖിലേന്ത്യാ തലത്തിൽ വലിയ പട്ടിയാകാൻ സാധ്യതയുള്ള ഒരു പാർട്ടി കോൺഗ്രസ് ആണ്. അതുകൊണ്ട് CPMന് അല്ലെങ്കിൽ LDFന് വോട്ട് ചെയ്യുന്നതിന് പകരം 2019 ജമാഅത്തെ ഇസ്ലാമിക്കാരും അവരുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള വെൽഫെയർ പാർട്ടിക്കാരും ഒക്കെ വോട്ട് ചെയ്തത് കോൺഗ്രസിനാണ് അല്ലെങ്കിൽ UDFനാണ്. അവിടെ ലക്ഷ്യം BJP അധികാരത്തിൽ വരുന്നത്, കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നത് എങ്ങനെയെങ്കിലും തടയുക എന്നായിരുന്നു. അത് കഴിഞ്ഞ് 2024 വീണ്ടും പാർലമെന്റ് ഇലക്ഷൻ നടന്നപ്പോൾ UDFനൊപ്പം തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയിൽ നിന്നത്. അപ്പോഴും അവിടെ ലക്ഷ്യം കോൺഗ്രസ് എന്ന പാർട്ടി, ആ ഒരു പാർട്ടിക്ക് മാത്രമേ ദേശീയ തലത്തിൽ സാന്നിധ്യമുള്ളൂ. ദേശീയ തലത്തിൽ BJPയോട് മത്സരിക്കാൻ കഴിയുന്നു എന്ന് പൊതുവെ കരുതപ്പെടുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ BJP അധികാരത്തിൽ വരുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരളത്തിൽ അവര് 2024 പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് ചെയ്തതും UDFനാണ്. ഇതിന്റെയൊക്കെ ലക്ഷ്യം അതായിരുന്നു, BJP തകർക്കുക എന്നതായിരുന്നു. BJP തകർക്കുക എന്നാൽ അധികാരത്തിൽ വരുന്നത് പരമാവധി ഇല്ലാതാക്കാൻ നോക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അവർക്ക്. പിന്നെ ഇപ്പോൾ പാർലമെന്റ് ഇലക്ഷന്റെ പഞ്ചായത്ത് ഇലക്ഷന്റെ കാര്യം പറയുകയാണെങ്കിൽ 2010 ഞാൻ ഉൾപ്പെടുന്ന മുക്കം പഞ്ചായത്താണ്, ഇപ്പം മുനിസിപ്പാലിറ്റിയാണ്. അന്ന് CPM ഭരിച്ചത് ജമാഅത്തെ ഇസ്ലാമിക്കാരിയായ ഒരു വനിതാ മെമ്പറുടെ സഹായത്തോടു കൂടിയാണ്. ആ ഒരു വനിതാ മെമ്പറുടെ സഹായമില്ലെങ്കിൽ
അന്ന് LDF ഭൂരിപക്ഷമില്ല മുക്കം പഞ്ചായത്തിൽ. അങ്ങനെ ഒരേ ഒരു സീറ്റ് ഉണ്ടായിരുന്ന ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചാണ് 2010 മുക്കം പഞ്ചായത്ത് ഉൾപ്പെടെ വേറെ ചില പഞ്ചായത്തുകളിലൊക്കെ LDF ഭരിച്ചത്. ഇതുകൊണ്ട് ആർക്കാണ് നേട്ടം ഉണ്ടായത്? 2010 ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചതുകൊണ്ട് CPM നേട്ടം ഉണ്ടായിട്ടില്ല. അവരുടെ അണികൾ വളർന്നിട്ടില്ല, അവരുടെ അടിത്തറ വളർന്നിട്ടില്ല. അതേസമയം ജമാഅത്തെ ഇസ്ലാമിയുടെ അടിത്തറ എന്റെ ജനമംഗലൂരിലും മുക്കം പഞ്ചായത്തിലും കാരശ്ശേരി പഞ്ചായത്തിലും അതുപോലെ കൊടിയത്തൂർ പഞ്ചായത്തിലും മാത്രമല്ല മലപ്പുറത്തുള്ള പല സ്ഥലങ്ങളിലും അവരുടെ അടിത്തറ പകർന്നു. എങ്ങനെ? CPM ഇവരെ കൂട്ടുപിടിച്ചുകൊണ്ട്, ഇവരെ കൂട്ടുപിടിച്ച് ഭരിച്ചതുകൊണ്ട്. അപ്പൊ ഈ കാര്യത്തിൽ CPM-ഉം UDF തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോഴെന്താണ്? പിന്നെ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് CPM ജമാഅത്തെ ഇസ്ലാമിയെ നിശിതമായിട്ട് വിമർശിച്ചു പോരുന്നുണ്ട്. അവർ മതരാഷ്ട്രവാദികളാണ് എന്ന് പറയുന്നുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുകൾ, വീക്ഷണങ്ങൾ അവര് മുമ്പുണ്ടായിരുന്ന വീക്ഷണത്തിൽ നിന്ന് അടിസ്ഥാനപരമായിട്ട് ഒരിക്കലും മാറിയിട്ടില്ല. അവരുടെ മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് പുതിയൊരു ഏർപ്പാടല്ല. 2010 CPM അവരോട് ചേർന്ന് ഭരിച്ചപ്പോഴും അതിനുശേഷവും ഒക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക രാഷ്ട്ര സങ്കല്പം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ആശയം തന്നെയായിരുന്നു. അത് ചിലപ്പോൾ അവർ രഹസ്യമാക്കി വെക്കും, ചിലപ്പോൾ പരസ്യമായിട്ട് പറയും എന്നേ ഉണ്ടായിരുന്നല്ലോ. അതല്ലാതെ വ്യത്യാസമൊന്നും അവിടെ ഒരു കാഴ്ചപ്പാടിലും ഉണ്ടായിട്ടില്ല. അപ്പൊ അന്ന് എന്തായിരുന്നോ ജമാഅത്തെ ഇസ്ലാമി, ആ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ച CPM ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിക്കാർ മതരാഷ്ട്രവാദികളാണ്, മതരാഷ്ട്രവാദികൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അന്ന് ഈ മതരാഷ്ട്രവാദത്തെ കുറിച്ച് ഒരിക്കലും CPM ജമാഅത്തെ ഇസ്ലാമിക്കുറിച്ച് അവര് മതരാഷ്ട്രവാദികളാണെന്ന് പറഞ്ഞിരുന്നില്ല. ഇപ്പോ ഇവിടെ നമ്മുടെ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞ പോലെ അന്നും അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? അന്താരാഷ്ട്ര തലത്തിൽ പല അന്തർദേശീയ വിഷയങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പാടുള്ള പാർട്ടിയാണെന്നായിരുന്നു പിണറായി വിജയൻ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച്. പിൽക്കാലത്ത് എന്ത് സതീശൻ പറഞ്ഞു അതായിരുന്നു 2010 കാലത്ത് പിണറായി വിജയനെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ അത് വെച്ചിട്ട് അന്ന് ഇറാഖിലെ പ്രശ്നമുണ്ട്, അഫ്ഗാനിസ്ഥാൻ പ്രശ്നമുണ്ട്, അമേരിക്കൻ സാമ്രാജ്യത്വമുണ്ട്. അവരോടൊക്കെ ഈ അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തി അല്ലെങ്കിൽ യൂറോപ്യൻ അല്ലെങ്കിൽ പടിഞ്ഞാറൻ സാമ്രാജ്യത്വ ശക്തികളോട് വിയോജിപ്പുള്ള ഒരു സംഘടന എന്ന നിലയിൽ അവര് ഞങ്ങളെ സഹായിക്കാൻ വന്നു, അതുകൊണ്ട് ഞങ്ങൾ ആ സഹായം ചെയ്തു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നിപ്പോ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അത് തന്നെയാണല്ലോ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ UDF ചെയ്യുന്നത് അല്ലേ? UDF ചെയ്യുന്നത് ഇവര് മതരാഷ്ട്രവാദികളാണ് എന്ന അഭിപ്രായം CPM-ന് അക്കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ മതരാഷ്ട്രവാദികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ കൂടെ വന്ന് 1-2 പഞ്ചായത്തിൽ ഭരണം നേടി ആ പഞ്ചായത്തിൽ നിങ്ങളുടെ അടിത്തറ വികസിപ്പിക്കാൻ ഞങ്ങൾ സഹായിക്കില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഒരിക്കലും CPM കാണിച്ചിട്ടില്ല. ഇനി നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ നിലപാട് തുടരുമെന്ന്? ഇനിയിപ്പോ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോ ഈ വെൽഫെയർ പാർട്ടിയെ സഹായം കിട്ടുകയാണെങ്കിൽ രഹസ്യമായിട്ട് അത് സ്വീകരിക്കാൻ തന്നെയാണ് CPM പോവുക. അപ്പൊ കോൺഗ്രസിലേക്ക് ഇപ്പൊ അവര് ഒരു ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പോകുന്നു എന്നേ ഉള്ളൂ. കോൺഗ്രസിലേക്ക് പോകുകയല്ല, കോൺഗ്രസിനെ സഹായിക്കുന്നു എന്നേ ഉള്ളൂ. അത് ചിലയിടങ്ങളിൽ അതിന് മുസ്ലിം ലീഗിലെ ഒരു ചെറിയ വിഭാഗം എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആ എതിർപ്പിനെ മറികടന്നുകൊണ്ട് തന്നെ ഒളിഞ്ഞോ തെളിഞ്ഞോ ഒക്കെ ഞങ്ങളുടെ പഞ്ചായത്തിൽ ഉൾപ്പെടെ വെൽഫെയർ പാർട്ടി സഹായിക്കാൻ പോകുന്നത് ഒരുപക്ഷെ ഭരണം അവർ ജയിച്ചാൽ, UDF ജയിച്ചാൽ ആ ഒരു ഭരണത്തിന്റെ ഭാഗമായി തീർച്ചയായിട്ടും പോകുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ബാക്കിയുള്ളതൊക്കെ വെറും നമ്മുടെ ഒരു തെറ്റായ ധാരണകൾ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചിലർ നടത്തുന്ന ചില പ്രസ്താവനകൾ മാത്രമായിട്ട് എനിക്ക് വിലയിരുത്താൻ കഴിയുന്നുള്ളൂ. ശരി, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ 2 വിഷയത്തിൽ അവർ ഞങ്ങളുടെ അനുകൂല നിലപാട് സ്വീകരിച്ചതുകൊണ്ട് മാത്രം അന്ന് അവർ ഞങ്ങളെ പിന്തുണച്ചു, അത് തന്നെയാണ് ഇപ്പോഴും UDF-നെയും ചെയ്യുന്നത്. UDF പരസ്യമായി പിന്തുണ വേണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അവർക്ക് വെൽഫെയർ പാർട്ടി പിന്തുണ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ വേണ്ടെന്ന് പറയുന്നില്ല, അത്രയേ ഉള്ളൂ. 30 വർഷത്തോളം CPM ആ പിന്തുണ സ്വീകരിച്ച ശേഷമാണ് തള്ളിപ്പറയുന്നത് എന്നാണ് VD സതീശൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ രൂപീകൃതമായതിനു ശേഷം 3 തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു. അതിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ LDF-ന് CPM-ന് തന്നെയാണ് പിന്തുണ കൊടുത്തതെന്ന് വെൽഫെയർ പാർട്ടിയും വളരെ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം പെട്ടെന്നൊരു ദിവസം അവർ മോശക്കാരായി, ഗോവിന്ദ മാഷ് തള്ളി പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം ചരിത്രമില്ലാതാവുമോ? അല്ല, ചരിത്രത്തെ അതിന്റെ വസ്തുനിഷ്ഠതയിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് അവതാരികയും ചെയ്യേണ്ടത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ആദരണീയനായ
ഹമീദ് മാഷൻ ചെയ്യേണ്ടത്. ചരിത്രത്തെ അതിന്റെ വസ്തുനിഷ്ഠതയിൽ മനസ്സിലാക്കണം. കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ, CPM-ന് പിന്തുണ നൽകിയിട്ടുണ്ട്. ഇടതുപക്ഷ മുന്നണി അവരുടെ പിന്തുണയോടുകൂടി പല സ്ഥലത്തും ജയിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഈ മുക്കം മുനിസിപ്പാലിറ്റി. പക്ഷെ പാർട്ടി എടുത്തൊരു തീരുമാനമുണ്ട് ഇക്കാര്യത്തിൽ. ഞങ്ങളിത് വിശദമായി ചർച്ച, ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള ഒരു മതരാഷ്ട്രവാദ സിദ്ധാന്തത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ അസ്ഥിരീകരിക്കുന്ന പ്രത്യയശാസ്ത്രപരമായ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന വളരെ അപകടകാരിയായിട്ടുള്ള ഒരു പ്രസ്ഥാനവുമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ബന്ധം ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല, അത് സമൂഹത്തിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ മാഷയ്ക്ക് തന്നെ അറിയാവുന്നല്ലോ, മുക്കം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങളെടുത്ത നിലപാട്, അവരുടെ പിന്തുണയുള്ള എല്ലാ തരത്തും ഭരണം ഉപേക്ഷിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരുടെ പിന്തുണയോടുകൂടി ഭരിക്കേണ്ട എന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അവരുടെ പിന്തുണയോടുകൂടിയാണ് മുക്കത്ത് മുനിസിപ്പാലിറ്റി ഭരണം നിലനിന്നതൊക്കെ ഉള്ളത്. എന്ത് വസ്തുത അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഒറ്റ കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ ജനാധിപത്യത്തിനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനൊക്കെ എതിരായിട്ടുള്ള പ്രസ്ഥാനമാണ്. ഇപ്പൊ സമീപനാളില് ഇപ്പോ ഒരു സമീകരണ സിദ്ധാന്തം എന്ന നിലക്കാണ് ഹമീദ് മാഷ് ഈ LDF-ഉം UDF-ഉം ഒക്കെ ഒരേപോലെ ഇവരെ സഹായം തേടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ, മാഷൊന്ന് നോക്ക്, ഈ കാലത്ത് വന്നൊരു മാറ്റം നോക്ക്. ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ സംസ്ഥാന അസംബ്ലിയിലേക്ക്. 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞതിന് ശേഷം 370-ാം വകുപ്പിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് BJP-യുടെ ഈ ഫെഡറലിസത്തിനും ജനാധിപത്യത്തിനെതിരായിട്ടുള്ള വലിയ കടന്നുകയറ്റത്തിനെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ ക്യാമ്പയിനാണ് നടന്നത്. അപ്പൊ BJP അകറ്റി നിർത്തേണ്ട മാന്യന്മാര് ജമാഅത്ത് ഇസ്ലാമി അങ്ങനെയാണെങ്കിൽ ഹമീദ് മാഷ് പറയണം, ഇവിടെ ജമാഅത്ത് ഇസ്ലാമി അവിടെ ആരെയാ പിന്തുണച്ചത്? BJP-യുടെ കൂടെ ചെയ്യുക. എന്നിട്ട് എത്രയോ കാലമായിട്ട് തരിഗാമി ജയിച്ചു വരുന്ന CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ തരിഗാമി ജയിച്ചു വരുന്ന ആ നിയോജക മണ്ഡലത്തിൽ ജമാഅത്തെ ഇസ്ലാമി സ്ഥാനാർത്ഥിയെ നിർത്തി BJP-യുടെ പിന്തുണയോടുകൂടി. എന്നിട്ട് അവിടെ നിരവധി നിയോജക മണ്ഡലങ്ങളിലെ ഇടതുപക്ഷത്തെ അവിടുത്തെ ജനാധിപത്യ ശക്തികളെ തോൽപ്പിക്കാൻ BJP-യുടെ കയ്യിൽ കളിച്ചു. ഇവർക്ക് ഒരാദർശാത്മകതയുമില്ല. ഹിന്ദുത്വ വർഗീയവാദം പോലെ തന്നെ രാജ്യത്തെ ജനാധിപത്യ മതനിരപേക്ഷ സോഷ്യലിസ്റ്റ് ശക്തികളെ അസ്ഥിരീകരിക്കാൻ ആ രീതിയിൽ വലതുപക്ഷത്തിന്റെ കയ്യിൽ, പ്രത്യേകിച്ച് അമിത്ഷായുടെ ആഭ്യന്തര വകുപ്പിന്റെ താല്പര്യമനുസരിച്ച് പെരുമാറുന്നവരാണ് ഇവർ. BJP-യുടെ മറുപുറം കളിക്കുന്നവരാണ്. ഈ ഗൗരവാവഹമായ വിഷയമാണ് CPM ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് 30 വർഷം മുമ്പ് അവര് നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിലൊന്നും കാര്യമായ ഒരു പങ്കും വഹിക്കാത്ത ഒരു കാലത്ത് അവർ നൽകിയ പിന്തുണയുടെ പേരിൽ കോൺഗ്രസ് ഇപ്പൊ എടുക്കുന്ന നിലപാടും ഞങ്ങൾ ഇപ്പൊ എടുക്കുന്ന നിലപാടും ഒക്കെ തുല്യമാണ്, ഒരേപോലെയാണ്. അങ്ങനെയുള്ള ഒരു സമീകരണത്തിലൂടെ ഈ കോൺഗ്രസിന്റെ സമീപനത്തെ ന്യായീകരിക്കാൻ, അതിനെ നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അങ്ങ് ദയവായി ഒന്ന് ലൈനിൽ തുടരണം. അനുമോദ്, എന്റെ ഒരു ഓർമ്മയിൽ മലപ്പുറം വെട്ടത്തും വേങ്ങരയിലുമൊക്കെ SDPI-യും CPM പഞ്ചായത്തുകളിൽ SDPI-യുടെ പിന്തുണയോടെ ആണ് ആ ഭരണം നിലനിർത്തിയത് എന്നൊരു ഓർമ്മ എനിക്കുണ്ട്. അങ്ങനെയല്ലേ? മലപ്പുറം ജില്ലയിൽ വളരെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ തന്നെ അങ്ങനെ ഒരു സാഹചര്യം പലയിടത്തും ഉണ്ടായിരുന്നില്ലേ? 2015-ലാണ് അത്തരത്തിലൊരു കൂട്ടുകെട്ട് നമ്മൾ മലപ്പുറം ജില്ലയിൽ വ്യാപകമായി കണ്ടിരുന്നത്. ലീഗിനെതിരെ ഒന്നിക്കാൻ കഴിയുന്ന എല്ലാവരും ഒന്നിച്ച്, അതിൽ ചിലയിടങ്ങളിൽ വെൽഫെയർ പാർട്ടി വന്നിട്ടുണ്ട്, ചിലയിടങ്ങളിൽ SDPI വന്നിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ജനകീയ മുന്നണിയായിട്ട് ലീഗിനെതിരെ അന്ന് 30-ലധികം പഞ്ചായത്തുകൾ, 27 പഞ്ചായത്തുകളിലാണ് തോന്നുന്നുണ്ട് അത്തരത്തിലുള്ള നീക്കം നടന്നിട്ടുള്ളത്. അതിൽ പറപ്പൂരൊക്കെ ലീഗിൽ നിന്നും ഭരണം ഒന്ന് പിടിച്ചെടുത്ത് തന്നെ ഈ ജനകീയ മുന്നണി, അതിൽ SDPI ഉണ്ട്, വെൽഫെയർ ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, അത്തരത്തിലുള്ള എല്ലാവരും ഉണ്ട്. അങ്ങനെ ഒരു സമവാക്യം സൃഷ്ടിച്ച് ഭരണത്തിൽ നിന്ന് ലീഗിനെ അകറ്റുക എന്ന ഒരൊറ്റ ലക്ഷ്യം വെച്ചിട്ടായിരുന്നു 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഒരു നീക്കം നടന്നത്. അതിൻ്റെ ഒരു വിശദീകരണം പറഞ്ഞത്, അധികാരമില്ലാത്തിടത്ത് അധികാരം നേടുവാൻ അവിടെ ആരുമായിട്ടാണോ പ്രാദേശികമായിട്ട് കൂട്ടുകെട്ടുണ്ടാക്കാൻ കഴിയുക അവരുമായി കൂട്ടുകെട്ടുണ്ടാക്കുക എന്നതായിരുന്നു അന്നത്തെ ഒരു തിയറി ഉണ്ടായിരുന്നത്. 2020 ആകുമ്പോഴേക്കും അതിൻ്റെ എണ്ണം കുറഞ്ഞു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ഇപ്പോഴും കഴിഞ്ഞ തവണയൊക്കെ വെൽഫെയറുമായിട്ട് ചിലയിടങ്ങളിൽ ഇടതുപക്ഷത്തിന് കൂട്ടുകെട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രാദേശികമായിട്ട് അത്തരത്തിലുള്ള സഖ്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് മലപ്പുറത്ത് തെരഞ്ഞെടുപ്പുകളിൽ മുൻകാലങ്ങളിൽ തദ്ദേശീയമായിട്ട് ഇടതുപക്ഷം സ്വീകരിച്ചിരുന്ന അടവ് നയമാണ്. പക്ഷേ ഇത്തവണ മാറ്റമുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, അത്രയേ ഉള്ളൂ. ഇത് ഇത്തവണ നിങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്, വളരെ പ്രത്യക്ഷമായി തന്നെ നിങ്ങൾ അത് തള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു സമയത്ത് അവർ അത്ര മോശക്കാരായി തോന്നിയിട്ടില്ല എന്നത് അംഗീകരിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല, അത് എനിക്ക് ആരാണ് ആ പേരെനിക്കറിയില്ല. എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ 42-ലെ പാറ്റ്നയിൽ ജമാഅത്ത് ഇസ്ലാമി ദേശീയ തലത്തിൽ അവരുടെ ഒരു വലിയ സമ്മേളനം നടത്തപ്പോൾ ഗാന്ധി അതിൽ പങ്കെടുക്കുന്നു.
ഗാന്ധി അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ പൊളിറ്റിക്സിന് അനുകൂലമായി എന്നല്ല. അപ്പൊ അത് സുജനമര്യാദയനുസരിച്ച് അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഗാന്ധി അതിൽ പങ്കെടുത്തു. നെഹ്റു അതിനെ കർശനമായി വിമർശിക്കുകയും ചെയ്തു. ലോകത്തിൽ ഗൾഫ് യുദ്ധവും മറ്റു രീതിയിലുള്ള സാമ്രാജ്യ അധിനിവേശവും മുസ്ലിം ലോകത്താകെ പരിഭ്രാന്തിയും ഇസ്ലാമോഫോബിയും ഒക്കെ പടരുന്ന ഒരു രാഷ്ട്രീയ സന്ദർഭത്തിൽ പലയിടങ്ങളിലും ജമാഅത്ത് ഇസ്ലാമി ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാട് അതെനിക്ക് മനസ്സിലായി ശ്രീ കുഞ്ഞിക്കണ്ണൻ. അതല്ല, അതിനും അപ്പുറത്ത് ലീഗ് എന്ന പൊതുശത്രുവിനെ ഒഴിവാക്കാൻ വേണ്ടി പ്രാദേശിക തലത്തിൽ ഉണ്ടാക്കിയ സഖ്യം, അവിടെ ആഗോള തലത്തിലുള്ള ഈ ശരിയായ രാഷ്ട്രീയ ശരികളൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. അങ്ങനെ ഒരു നിലപാടിന്റെ പുറത്ത് അതെടുത്താൽ എനിക്ക് മനസ്സിലാവും. പക്ഷെ ലീഗാണ് ശത്രു, ലീഗിനെ മാറ്റണം എന്നതായിരുന്നു മലപ്പുറത്തെ നിലപാട് എന്നതാണ് എത്രയോ വർഷമായി മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്യുന്ന അനുമോദ് പറഞ്ഞത്. ഇല്ല, അതങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗ് ബാബറി മസ്ജിദ് തകർക്കുന്നത് ഉൾപ്പെടെയുള്ള RSS അജണ്ടക്ക് അന്നത്തെ കേന്ദ്ര ഭരണ പാർട്ടിയായ കേന്ദ്ര ഗവൺമെന്റ് നേതൃത്വം കൊടുത്ത കോൺഗ്രസ് എല്ലാവിധത്തിലും ഒത്താശ ചെയ്ത ഒരു സാഹചര്യത്തില് മലപ്പുറത്തെ നാട്ടിൻ പ്രദേശങ്ങളിലും നഗരങ്ങളിലുമൊക്കെ പൊതുവെ പൊളിറ്റിക്സിന്റെ ഭാഗമായി, ആ സമുദായ പൊളിറ്റിക്സിന്റെ ഭാഗമായി നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്കിടയിൽ വലിയ അസംതൃപ്തി ഉണ്ടായിട്ടുണ്ട്. അതായത് INL, TDP, ഈ ജമാഅത്ത്, ഇങ്ങനെ പല തലങ്ങളിൽ അത് മുന്നോട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിൽ അത്തരമൊരു സാഹചര്യത്തെ CPM ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഉപയോഗപ്പെടുത്തി എന്ന് പറയുമ്പോഴും ഇപ്പോൾ ഞങ്ങൾ കാണുന്നത് രാഷ്ട്രീയമായി അതിനെ സ്വാംശീകരിക്കുന്ന മതരാഷ്ട്രവാദികളായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിയാണ്. ആ ജമാഅത്ത് ഇസ്ലാമിയെ ഒറ്റപ്പെടുത്താതെ ഒരു രക്ഷയുമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ഇത് വളരെ വ്യക്തമാണ്. ഇത് ഒരു അർത്ഥത്തിൽ എന്താണ്, വളരെ താൽക്കാലികമായി തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി ആരെയും കൂട്ടുവിടുന്നില്ല. നിങ്ങൾ 2000-ലെയും 90-കളിലെയൊക്കെ ഇന്ത്യൻ പൊളിറ്റിക്സും കേരള പൊളിറ്റിക്സും അത് മുസ്ലിം ലോകത്തുണ്ടാക്കിയ വ്യത്യസ്തമായ പ്രതികരണ പ്രസ്ഥാനങ്ങളെല്ലാം നിങ്ങൾ നോക്കണം. അത്തരം ഒരു സാഹചര്യത്തിൽ വളരെ ഡെമോക്രാറ്റിക്കായി ഇന്ത്യയിൽ വളർന്നു വരുന്ന ഫാസിസ്റ്റ് അധികാര ശക്തികൾക്കെതിരായിട്ട് യോജിച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ഞങ്ങൾക്ക് കിട്ടിയ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ അമീത് മാഷ് പറഞ്ഞതുപോലെ എന്താണ്, ഈ പുള്ളിപ്പുലിയുടെ പുള്ളി മായുന്നില്ലല്ലോ. അവര് ഈ മതരാഷ്ട്രവാദം നേരത്തെ പറഞ്ഞ ആളുകളാണ്. ആ കാര്യങ്ങളിൽ അവർ ഇന്ന് കുറെ കൂടെ എന്താണ് ശക്തമായ രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. BJP കേന്ദ്രാധികാരത്തിൽ വന്നപ്പോൾ ആ കേന്ദ്രാധികാരത്തിന്റെ സൗകര്യങ്ങൾ അവർക്കുണ്ട്. BJP എന്താണ്, നമ്മൾ വിചാരിക്കുക മുസ്ലിം തീവ്രവാദത്തിനെതിരാണെന്നാണ്. പക്ഷെ ഇന്ത്യയിലെ പഹൽഗാം, ഏറ്റവും ഒടുവിലുള്ള ഡൽഹി സ്ഫോടനം, ഇതിന്റെയൊക്കെ തന്നെ ഇന്റലിജൻസ് അന്വേഷണങ്ങളിലേക്ക് പോകുമ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, എന്തുകൊണ്ട് ഇത്തരം കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ, സ്ഫോടന കൃത്യങ്ങൾ ഉണ്ടാക്കാൻ തീവ്രവാദികൾക്ക് ആഗോള ബന്ധമുള്ള ഭീകര സംഘങ്ങൾ കഴിയുന്നു? കാരണം ഇത് ചൂണ്ടിക്കാണിച്ചിട്ടാണ് BJP എന്ത് ചെയ്യുന്നത്, ഇവിടെ ഭൂരിപക്ഷ ദുർവീകരണം ഉണ്ടാക്കുന്ന മെജോറിറ്റിനിസം വളർന്ന് ആ മെജോറിറ്റിനിസത്തിന് ആവശ്യമായ തങ്ങളുടെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാൻ ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള സംഘടനകൾ അവർക്ക് സഹായകരാണ്. അത് നമ്മൾ ജമ്മു കാശ്മീരിൽ പരസ്യമായിട്ട് BJP ജമാഅത്ത് ഇസ്ലാമിക്കാരെ ഇറക്കിക്കൊണ്ടാണ് തരിഗാമി ഉൾപ്പെടെയുള്ള വളരെ പ്രശസ്തരായ ദേശീയ നേതാക്കൾ മത്സരിച്ച മണ്ഡലങ്ങളിൽ പോലും അവർ ഇടപെട്ടിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഒരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ KT കുഞ്ഞിക്കണ്ണൻ പ്രതികരിച്ചതിന്. CB അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, ഇത്തവണ മലപ്പുറം കോഡൂരിൽ വെൽഫെയർ സ്ഥാനാർത്ഥിയെ UDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി ലീഗ് മണ്ഡലം പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പലയിടത്തുമുണ്ട്. ഈ മുഷാവറ യോഗത്തിൽ തന്നെ നിലപാട് വളരെ കൃത്യമായി EK വിഭാഗം അറിയിച്ചതാണ്. അതായത് ഇവരുമായി യാതൊരു സഖ്യവും വേണ്ട എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അവരെ പേടിച്ചുകൊണ്ട് മാത്രം ഇങ്ങനെ പരോക്ഷമായ ഒരു പിന്തുണ, അല്ലെങ്കിൽ പൊതു സ്വതന്ത്രനെ പിന്തുണയ്ക്കുന്ന UDF എന്ന ഒരു പരിവേഷവുമായി മത്സരം മലപ്പുറത്ത് എത്രത്തോളം ഇത് നടക്കുന്നുണ്ട്? മലപ്പുറത്തെ കാര്യങ്ങൾ നേരത്തെ തന്നെ വളരെ വ്യക്തമാണ്. ഇവിടെ വെൽഫെയറും UDFും സഖ്യത്തിൽ തന്നെയാണ് മത്സരിക്കുന്നത്. ഒട്ടേറെ പഞ്ചായത്തുകളിൽ നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. ഏലംകുളത്തുണ്ട്, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ കോഡൂരിലുണ്ട്. ഇവിടെയൊക്കെ ഈ തരത്തിൽ തന്നെയാണ് വെൽഫെയറിൻ്റെയും കൂട്ടിലങ്ങാടിയിലും അതേപോലെ മക്കരപ്പറമ്പിലും ഒക്കെ ഈ പറയുന്ന ഒരു കൂട്ടുകെട്ടുണ്ട്. പക്ഷേ അത് നേരത്തെ VD സതീശൻ നടത്തിയ ഒരു പ്രസ്താവനയുടെ ഒരു കൂട്ടുപിടിച്ചാണ്. അത് സതീശൻ തന്നെ നേരത്തെ പറഞ്ഞതാണല്ലോ എന്ന ഒരു വിശദീകരണമാണ് ലീഗ് നേതാക്കളുടെ ഭാഗത്തുനിന്നുള്ളത്. വെൽഫെയർ വളരെ തന്ത്രപരമായ മൗനം പാലിച്ചുകൊണ്ട് പ്രാദേശിക സഖ്യങ്ങൾ ഉണ്ടാക്കി ഒരു പഞ്ചായത്തിലെ 1-2 വാർഡുകളിൽ വെൽഫെയർ സ്ഥാനാർത്ഥി UDFന്റെ സഹകരണത്തോടെ മത്സരിക്കുന്നു. മറ്റു വാർഡുകളിൽ അവർ UDFന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അത് മലപ്പുറം ജില്ലയിൽ ഒട്ടുമിക്ക ഇടങ്ങളിൽ കഴിഞ്ഞ തവണ തന്നെ അങ്ങനെ തന്നെയാണുള്ളത്. ഇത്തവണയും സമാനമായ രീതിയിലാണുള്ളത്. ഇവിടെ കോഴിക്കോട് DCC പ്രസിഡന്റ് തള്ളി പറഞ്ഞതുപോലെ ഇവിടെ ആരും തള്ളി പറയുന്നില്ല. മാത്രമല്ല ആ ചോദ്യങ്ങളിൽ തന്ത്രപരമായിട്ട് ഒഴിഞ്ഞു മാറി ഇത് ഒരു പ്രാദേശികമായിട്ടുണ്ടാക്കുന്ന അടവ് നയമാണ്, തെരഞ്ഞെടുപ്പ് നയമാണ്, സഖ്യമാണ് എന്ന തരത്തിലുള്ള വിശദീകരണം അവർ നൽകിക്കൊണ്ടാണ് ഇതിനെ അവർ പ്രതിരോധിക്കുന്നത്. അത്
ഈ കാര്യത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പായിരുന്നല്ലോ നമുക്ക് അടുത്തിടെ എടുത്തു കാണിക്കാൻ കഴിയുന്ന UDF വെൽഫെയർ സഖ്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ടുള്ളത്. അതിൻ്റെ സമാനമായ രീതിയിൽ എന്നാൽ പരസ്യ പ്രസ്താവനകളോ പരസ്യ പ്രതികരണങ്ങളോ ഒഴിവാക്കി കൃത്യമായി താഴെ തട്ടിൽ മാത്രം ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക എന്ന തന്ത്രമാണ് ഇവിടെ വെൽഫെയറും UDFും ഒന്നിച്ച് പയറ്റുന്നത്. ഇത് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് പല സീറ്റുകളും ചെറിയ വോട്ടുകൾക്ക് നേടാൻ കഴിയുന്ന സീറ്റുകളൊക്കെ നഷ്ടമാക്കാനുള്ള സാഹചര്യം ഒരുക്കലാണ് ഈ ഒരു കൂട്ടുകെട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരസ്യമായ പ്രസ്താവനകൾ ഇതിൽ വേണ്ട എന്നുള്ളത് കൃത്യമായ നിർദ്ദേശം അത് ലീഗ് നേതൃത്വത്തിൻ്റെ ഭാഗത്തും വെൽഫെയർ നേതൃത്വത്തിൻ്റെ ഭാഗത്തും ഉള്ളത് കൊണ്ട് തന്നെ പരസ്യ പ്രസ്താവനകൾ ഇതിൽ വരുന്നില്ല. പക്ഷേ പ്രവർത്തനം അത് പരസ്യമായിട്ട് തന്നെ മലപ്പുറം ജില്ലയിൽ എല്ലായിടത്തും സജീവമായിട്ട് ഇതിന് നടക്കുന്നുണ്ട്. ശ്രീജ. ശരി, ഇനി PV അൻവറിന്റെ കാര്യത്തിലേക്ക് നമുക്ക് പിന്നീട് വരാം. അനുമോദ് ഒരിക്കൽ കൂടി MS അനീഷ് കുമാറിലേക്ക്. അനീഷ്, ഇത് വിശദീകരിക്കാൻ UDF നേതൃത്വം അല്ലെങ്കിൽ പ്രത്യേകിച്ച് ലീഗ് പാടുപെടുമോ എന്നതാണ് അറിയേണ്ടത്. അവർക്ക് ഉത്തരം പറയേണ്ട ചില വേദികളും സന്ദർഭങ്ങളും വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ പ്രത്യക്ഷത്തിൽ യാതൊന്നുമില്ല, പക്ഷേ അവർ പിന്തുണ തരുന്നു, അപ്പോൾ ഞങ്ങൾ അത് സ്വീകരിച്ചു, എന്തിനു വേണ്ടെന്ന് പറയണമെന്ന നിലപാട് കൊണ്ട് ലീഗിന് അവിടെ രക്ഷപ്പെടാൻ പറ്റുമോ? അതൊരു ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധി തന്നെയാണ്. കാരണം ഈ സമസ്തയിലെ EK വിഭാഗം ശക്തമായി ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നവരാണ്. അവർ പലപ്പോഴും പൊതുവേദികളിലൊക്കെ തന്നെ ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങളൊക്കെ പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുകൾ മാറിയതായി തങ്ങൾക്കറിയില്ലല്ലോ. പറഞ്ഞ പ്രസംഗങ്ങളും പുറത്തു വന്ന പണ്ഡിത മതങ്ങളുമൊക്കെ അതുപോലെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണല്ലോ എന്നൊക്കെ അദ്ദേഹം തന്നെ പലതവണ നിലപാട് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പരസ്യമായ ഒരു കൂട്ടുകെട്ട് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായി വരുമ്പോൾ അത് ഈ സംഘടനയ്ക്കുള്ളിൽ തന്നെ ഈ തരത്തിലുള്ള ചർച്ചകളിലേക്ക് വഴിതെളിക്കും എന്നതാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പം കോൺഗ്രസിനും പരസ്യമായി പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം, പരസ്യമായ ഒരു വേദിയിലോ ഒരു മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോഴോ അവരോട് ബന്ധമുണ്ടെന്ന് പുറത്ത് പറഞ്ഞ് വോട്ട് പിടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. അതേസമയം ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി പൊതു സ്വാതന്ത്ര്യം എന്ന രീതിയിൽ അല്ലെങ്കിൽ ചിഹ്നമില്ലാത്ത സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിച്ച് അവരുടേതും ഞങ്ങളുടേതുമായ സ്ഥാനാർത്ഥി എന്ന രീതിയിലൊക്കെ വോട്ട് പിടിക്കേണ്ട ഒരു ഗതികേടിലേക്കാണ് കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. എന്തായാലും കൃത്യമായ സന്ദേശം തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമാണ്. കാരണം വിദ്യാ ബാലകൃഷ്ണനെ പോലുള്ള മുതിർന്ന നേതാവും PK ബഷീർ MLA പോലുള്ള MLAയും ഒക്കെ നിൽക്കുന്ന വേദിയിലാണ് ഈ വെൽഫെയർ പാർട്ടി നേതാവിൻ്റെ പ്രസംഗം നടക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളാണ് വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയോടൊപ്പം പത്രിക സമർപ്പിക്കാനായി പോകുന്നത്, അവർക്ക് പ്രചാരണത്തിനായി പോകുന്നത്, പരസ്യമായി തന്നെ ബോർഡുകൾ സ്ഥാപിച്ച് UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. അതുകൊണ്ട് കൃത്യമായൊരു അന്തർധാര സജീവമാണ്. ആ മത്സരിക്കുന്ന ഇടങ്ങളിൽ താഴെത്തട്ടിലും ഈ ഒന്നിച്ചുള്ള പ്രവർത്തനം പ്രകടവുമാണ്. പക്ഷേ നേതാക്കൾ അത് തള്ളിക്കൊണ്ടേയിരിക്കും എന്ന് തന്നെയാണ് നമുക്കിപ്പോഴും പറയാൻ കഴിയുക. ശ്രീജ. ശരി, MS അനീഷ് കുമാറും CV അനുമോദുമാണ് വിവരങ്ങൾ നൽകിയത്. വെൽഫെയർ പാർട്ടിയുടെയും UDFിൻ്റെയും ബന്ധത്തിന് തെളിവാണ് കോഴിക്കോട് കൊടിയത്തൂരിലെ ഈ വേദിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. അവിടെ UDFിൻ്റെ കൺവെൻഷൻ വേദിയിൽ പ്രസംഗിക്കാനെത്തിയത് വെൽഫെയർ പാർട്ടിയുടെ നേതാവായ KC അസ്ലമാണ്. മുതിർന്ന MLA PK ബഷീറും കോൺഗ്രസ് നേതാവ് വിദ്യാ ബാലകൃഷ്ണനും ഒക്കെയുള്ള വേദിയിൽ തന്നെയായിരുന്നു അസ്ലം പ്രസംഗിക്കാനെത്തിയത്. ഈ സാഹചര്യത്തിലാണ് ഈ യാതൊരുവിധ ബന്ധവും ഇത്തവണ ഇല്ലെന്ന് പറയുമ്പോഴും ഇത് വളരെ പരസ്യമായി തന്നെ പ്രകടമായി തന്നെ ഈ ബന്ധം പലയിടത്തുമുണ്ട്, പക്ഷേ അത് നേരിട്ട് ബന്ധമാണെന്ന് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്ന സാഹചര്യം വ്യക്തമായി വരുന്നത്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം.